ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് വിറ്റാര എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഗ്രാൻഡ് വിറ്റാരയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഫുൾ അതിൻ്റെ സീറ്റിൻ്റെ വർക്ക്, അതേപോലെ തന്നെ അതിൽ അടിയിലേക്ക് ഒരു വിനൈൽ മാറ്റ്, പിന്നെ നമ്മൾ 3 ക്രോം നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രോം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്ന് വിൻഡോ ഗാർണിഷ്, അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് റെയിൻ ഗാർഡ് വിത്ത് ക്രോം, അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റിൻ്റെ അവിടെ വരുന്നൊരു ക്രോം, അതേപോലെ ടൈലൈറ്റ് ക്രോം. ടൈലൈറ്റ് ക്രോം നമുക്ക് 3 പീസാണ് അതിൽ വരുന്നത്. ഒന്ന് നീളത്തിലൊരു പീസ് ഗ്ലാസിനോട് ചേർന്ന് താഴെ, അതേപോലെ ടൈലൈറ്റിൻ്റെ മുകളിലും, അങ്ങനെ 3 പീസാണ് നമുക്ക് ടൈലൈറ്റ് ക്രോം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കമ്പനി വരുന്നത് ശരിക്കും ടൈലൈറ്റിൻ്റെ അടിയിലാണ് വരുന്നത്, പക്ഷെ നമ്മുടെ ക്രോം വരുന്നത് ടൈലൈറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വിനയൽ മാറ്റ് ഇതേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിനയൽ മാറ്റിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. ആ ബ്ലാക്കാണ് നമ്മൾ വിനയൽ മാറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞിരുന്നു വിൻഡോ ഗാർണിഷ് ലോവർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വിൻഡോ ഗാർണിഷ് ലോവറിൻ്റെ കാര്യം തീരുമാനമായിട്ടില്ല. ബാക്കി ക്രോമുകൾ ഒട്ടിച്ചത് നമുക്കൊന്ന് കാണാം. ഒന്ന് ഈ ക്യാച്ച് കവർ നമ്മൾ പൊട്ടിച്ചതാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാച്ച് കവർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈലൈറ്റ് ക്രോം ഞാൻ പറഞ്ഞിരുന്നു. ടൈലൈറ്റ് ക്രോം നമുക്ക് 3 പീസാണ് വരുന്നത്. ഇങ്ങനെ ഒരു പീസ് വരുന്നുണ്ട്. കമ്പനി വരുന്നത് അടിയിലാണ് വരുന്നത്. ഇത് നമ്മുടെ വരുന്നത് മുകളിലാണ്, ടൈലൈറ്റിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിൽ നീളത്തിലൊരു ക്രോം ഞാൻ പറഞ്ഞിരുന്നു. ആ ക്രോം കൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് അതിൻ്റെ മുകളിൽ വരുന്ന ക്രോം. ഗ്ലാസിൻ്റെ താഴെ നമ്മുടെ കണക്റ്റിംഗ് ടൈൽ ലാമ്പിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്രോം വരുന്നത്. ശരിക്കും ഷോ വരുന്നത് നല്ലൊരു ഐറ്റം കൂടി തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ വരുന്ന പാർക്ക് ബൾബിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, പാർക്ക്, റിഫ്ലക്ടർ, അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ, അതുമിക്ക് വരുന്ന ക്രോമുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീരുമാനമായിട്ടില്ല. എന്നാൽ ഞാൻ അത് ആ ക്രോം ഒട്ടിക്കണമെങ്കിൽ അതുകൂടി ഞാൻ ഇതിൽ നിന്ന് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ ക്രോം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ ക്രോം വരുന്നത്. ശരിക്കും ഷോ വരുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ്. മറ്റേ ഫുൾ ബ്ലാക്ക് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഭംഗിയില്ല. ശരിക്കും ഈ ക്രോം വരുമ്പോൾ നല്ലൊരു ലുക്ക് തന്നെയാണ്. അപ്പോൾ ബാക്കി ക്രോമുകൾ ചെയ്യണമെങ്കിൽ അതും കൂടിയും, അതേപോലെ തന്നെ സീറ്റിൻ്റെ കൂടിയിട്ടുള്ള വീഡിയോ കൂടി നമുക്ക് കാണാം. സീറ്റിൻ്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുൾ ബ്ലാക്കാണ് കേട്ടോ. ഫുൾ ബ്ലാക്കിലാണ് നമ്മൾ സീറ്റ് ചെയ്യുന്നത്. ഫുൾ ബ്ലാക്കിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ബ്ലാക്ക് ചെയ്തിട്ടുള്ളത്. ഫുൾ ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൂൾ മോഡൽ, അതേപോലെ ഡബിൾ സൈഡ് സ്റ്റിച്ചിങ് കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ വരുമ്പോൾ നമുക്ക് ട്രിപ്പിൾ സ്റ്റിച്ചാണ് വരുന്നത്. 1, 2, 3 സ്റ്റിച്ച് അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ 2ാമത്തെ സൈഡിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടകൂടെ അവിടെ വേറൊരു വർക്ക് നടക്കുന്നുണ്ട്. അവിടെ എർട്ടിഗയുടെ ഒരു സീറ്റിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലെ വിനൈൽ മാറ്റിൻ്റെ വർക്ക് കഴിഞ്ഞു. ഫുൾ വിനൈൽ മാറ്റ് നമ്മൾ ഉള്ളിൽ ഭാഗം ഫുൾ നമ്മൾ ഒട്ടിച്ചു. ഇത് ശരിക്കും വളരെ ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. വിനൈൽ മാറ്റ് ഒട്ടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ മഴ പെയ്യുമ്പോഴായാലും നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി വരും, അല്ലെങ്കിൽ നമ്മൾ കാലുമെന്ന് വെള്ളക്കടകായിട്ട് കയറണമെങ്കിൽ അടിയിലത്തെ മാറ്റിലേക്ക് അത് കടക്കില്ല. അതേപോലെ അത് ബാക്കിൽ നമ്മളൊരു ബൂട്ട് മാറ്റ്, ആ ബൂട്ട് മാറ്റിന്റെ പ്രത്യേകത കറക്റ്റ് ഈ വണ്ടിക്ക് ഓരോ വണ്ടിക്കായിട്ട് വരുന്ന അതേ അളവിൽ കറക്റ്റ് ഫിഗ്മെന്റ് ആണ്. അപ്പോൾ അതും നല്ലൊരു ഐറ്റം തന്നെയാണ്. അതും ട്രൈ മാറ്റാണ്. ശരിക്കും വെള്ളം അതിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോയാൽ തന്നെ അതിൽ നിൽക്കും. ക്യൂ പ്രോ മാക്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ക്യൂ പ്രോ മാക്സ് നല്ലൊരു മാറ്റ് തന്നെയാണ്. അതേപോലെ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വർക്ക് കഴിഞ്ഞതൊക്കെ നമുക്കൊന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീറ്റിന്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞത് സീറ്റ് ഉള്ളിലേക്ക് കയറ്റി. സീറ്റ് നമ്മൾ ബ്ലാക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അത് സീറ്റിന്റെ ക്ലീനിങ് കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് ഫുൾ ബ്ലാക്കിൽ റൂൾ മോഡൽ ചെയ്തതാണ്. ഡബിൾ സ്റ്റിച്ചിങ്ങും ട്രിപ്പിൾ സ്റ്റിച്ചിങ്ങും കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആണ്. സാധാരണ നമ്മൾ ബ്ലാക്ക് കോഫിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ ഇത് ഫുൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നത് കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം ഫുൾ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് 1 ഇഞ്ച് ഫോം ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രസമായിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വിൻഡോ നമ്മൾ റെയിൻ ഗാർഡ് ഒട്ടിച്ചു. റെയിൻ ഗാർഡ് ക്രോം ഉള്ള റെയിൻ ഗാർഡ്, അത് ക്വാർട്ടർ ഗ്ലാസ് ഉൾപ്പെടെയാണ് വരുന്നത് കേട്ടോ. ക്വാർട്ടർ ഗ്ലാസ്സിൽ വരുന്നിടത്ത് ക്രോം ഇല്ല, ബാക്കി എല്ലാത്തിലും ക്രോം വരുന്നുണ്ട്.
അതേപോലെ ഇതേ ബാക്കിൽ സീറ്റ് നമുക്കൊന്ന് കാണാം. പിന്നെ ബാക്കിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നതാണ് ടൈലൈറ്റ് ക്രോം ഒട്ടിച്ചിട്ടുള്ള കാര്യം. അത് ടൈലൈറ്റിന്റെ മുകളിൽ വരുന്ന 3 പീസാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞു. വളരെ നിസ്സാര വർക്ക് നമുക്ക് ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. ക്യാച്ച് കവർ, അതേപോലെ തന്നെ ബാക്കിലെ ടൈലൈറ്റ് ക്രോം, പിന്നെ സീറ്റ് കവർ, വിനയൽ മാറ്റ്, ബൂട്ട് മാറ്റ്, ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ക്രോം, ഇത്രയും വർക്ക് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ, ബൈ.